മക്കളെ, ഇന്ന് നമ്മൾ എല്ലാ ചാപ്റ്ററിലും നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ് വളരെ സിമ്പിളായിട്ട് എന്തായാലും എല്ലാ പ്രാവശ്യവും കോമൺ ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് എനിക്ക് എന്തായാലും ജയിക്കണം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ എന്നാൽ ഇതെന്തായാലും പഠിച്ചോ എന്ന് പറയില്ലേ, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓരോ ചാപ്റ്ററിനും കുറച്ച് ടോപ്പിക്സ് മീൻസ് ആ ടോപ്പിക്സുകൾ ഉൾക്കൊള്ളുന്ന ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഇത് പഠിക്കാതെ ഒരിക്കലും പോകരുത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷനിൽ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. 3 കോൺസെപ്റ്റുകൾ അവിടെ ചോദിക്കുന്നുണ്ട്. ക്ലാസിക്കൽ കോൺസെപ്റ്റ്, ഇലക്ട്രോണിക് കോൺസെപ്റ്റ്, ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സാമിന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓരോ കോൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്, ഓരോ കോൺസെപ്റ്റും പറഞ്ഞു കൊടുക്കുകയാണ്. ക്ലാസിക്കൽ കോൺസെപ്റ്റ് എന്താണ്, ഇലക്ട്രോണിക് കോൺസെപ്റ്റ് എന്താണ്, ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് എന്താണ്. ക്ലാസിക്കൽ കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ എന്താ റിഡക്ഷൻ എന്താന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. സോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ആ ടേം തന്നെ എടുക്കുക, ഓക്സി അഡീഷൻ. അഥവാ ക്ലാസിക്കൽ കോൺസെപ്റ്റ് പ്രകാരം അഡീഷൻ ഓഫ് ഓക്സിജൻ, ഓക്സി അഡീഷൻ ആണ് ഓക്സിഡേഷൻ. അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, കാരണം ഓക്സിജന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കാം, അഡീഷന് പകരം റിമൂവൽ, ഓക്സിജന് പകരം ഹൈഡ്രജൻ. അപ്പോൾ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ ചാർജ് പോസിറ്റീവ് ആണ്, അപ്പോൾ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ്. ഈ 4 രൂപത്തിൽ നിങ്ങൾക്ക് ഓക്സിഡേഷൻ പറയാം. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. ഇതാണ് നിങ്ങൾക്ക് ഓക്സിഡേഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇനി റിഡക്ഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം നേരെ ഓപ്പോസിറ്റ്, അതായത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് വരും. അവിടെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് വരും, അഥവാ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്, ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കി നിൽക്കേണ്ട, ഒരൊറ്റ ടേം ഒന്ന് തുടങ്ങിയാൽ മതി. അഡീഷൻ ഓഫ് ഓക്സിജൻ അവിടെ നിന്ന് തുടങ്ങണം, അഡീഷൻ ഓഫ് ഓക്സിജൻ, അതാണ് ഓക്സിഡേഷൻ. ബാക്കി എല്ലാം അവിടെ നിന്ന് കിട്ടും. ഇതാണ് ക്ലാസിക്കൽ കോൺസെപ്റ്റ് പ്രകാരം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ദെൻ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പ്രകാരം ചോദിച്ചാൽ നിങ്ങൾ ആകെ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ഐഡിയ ഓയിൽ റിഗ് എന്ന് ഓർത്ത് വെക്കുക. ഓയിൽ റിഗ്. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസ് എല്ലാം ഓക്സിഡേഷനും, ഇലക്ട്രോൺ വാങ്ങുന്ന അഥവാ ഗെയിൻ ചെയ്യുന്ന പ്രോസസ് എല്ലാം റിഡക്ഷനുമായിരിക്കും എന്നതാണ് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പ്രകാരം. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് റിഡക്ഷൻ. ഓക്കെ, മൂന്നാമത്തെ കോൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ്. വെരി സിമ്പിൾ. ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ പ്രൊഡക്റ്റിൽ എത്തുമ്പോൾ കൂടിയാൽ അത് ഓക്സിഡേഷൻ, ഇനി പ്രൊഡക്റ്റിൽ എത്തുമ്പോൾ കുറഞ്ഞാൽ അത് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ആ 3 കോൺസെപ്റ്റുകളും സെറ്റ് ആണല്ലോ. ഇനി റിഡോക്സ് റിയാക്ഷൻ എന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ഇങ്ങനൊരു റിയാക്ഷൻ തരും. എന്നിട്ട് ഈ കോമ്പൗണ്ടിൽ ആർക്കൊക്കെയാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കൊക്കെയാണ് റിഡക്ഷൻ, ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ആരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് എഴുതണം. അത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ നമ്പർ അറിയണം. സോ പി ബി എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ അവർ മാത്രമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ചാർജ് എപ്പോഴും 0 ആണ്. ദെൻ പി ബി ഓറ്റൊരു ഓക്സിജന്റെ ചാർജ് -2 ആണ്. അപ്പോൾ -2 × 2 -4 വരുമ്പോൾ പി ബിയുടെ ചാർജ് +4 വരും. ഓക്കെ, ദെൻ H2SO4. H2SO4ൽ നോക്കിയാൽ H2SO4 കാണേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെയൊക്കെ സൾഫറിൻ്റെ ഒക്കെ എല്ലാം സെയിം ആയിരിക്കും. നമുക്ക് മാറാൻ ചാൻസ് ഉള്ളവർ കണ്ടാൽ മതി. ഞാൻ സമയം കൂടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പോകുന്നതുകൊണ്ട് H2SO4 തൽക്കാലം ഞാൻ കാണുന്നില്ല, കാരണം എന്തായാലും അവരുടെ ചാർജ് മാറില്ല. ദെൻ PbSO4 ഞാൻ കാണാൻ ഒരു ഐഡിയ കാണുന്നത് SO4ന്റെ ടോട്ടൽ ചാർജ് -2 ആണെന്ന് നമുക്ക് അറിയാം. SO4ന്റെ ചാർജ് -2 ആണ്, SO4 -2. അപ്പോൾ സ്വാഭാവികമായിട്ടും Pbന്റെ ചാർജ് +2 ആയിരിക്കും, കാരണം +2 -2 കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. ദെൻ H2ന്റെ ഞാൻ കാണുന്നില്ല, അതിൽ വരുന്നില്ല. കാരണം മീൻസ് കാണാത്ത എന്താ വെച്ചാൽ സമയം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, കണ്ടെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. ദെൻ പി ബിയുടെ ചാർജ് 0 ഉള്ളത് അപ്പുറത്തെത്തിയപ്പോൾ +2 ആയി. ഓക്കെ, പി ബിയുടെ ചാർജ് 0 ഉള്ളത് +2 ആയി. അപ്പോൾ അത് ഓക്സിഡേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഓക്സിഡേഷൻ. ദെൻ PbO2ൽ പി ബിയുടെ ചാർജ് +4 ഉള്ളത് അപ്പുറത്തെത്തിയപ്പോൾ +2 ആയി. അപ്പോൾ അതെന്താണ്, റിഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ആൻസർ പറയാം. സോ ഒരാൾക്ക് റിഡക്ഷൻ, ഒരാൾക്ക് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നടന്നയാൾ റെഡ്യൂസിങ് ഏജന്റ്, റിഡക്ഷൻ നടന്നയാൾ ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി നമുക്ക് ആൻസർ പറഞ്ഞു നോക്കിക്കേ മക്കളെ, വെരി സിമ്പിൾ. നോക്കടാ, സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്. ഓക്സിഡേഷൻ നടന്ന ആളാരാണ്, ഓക്സിഡേഷൻ നടന്ന ആൾ പി ബി ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നടന്ന ആൾ പി ബി. ദെൻ സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്, റിഡക്ഷൻ നടന്ന ആളാരാണ്, PbO2 പി ബി ആണ്. സോ പി ബി ഇൻ PbO2. പി ബിക്ക് തന്നെയല്ലേ, ഇവിടെയും പി ബി ആണ്, ഇവിടെയും പി ബി ആണ്. പക്ഷേ ഇവിടുത്തെ പി ബിൻ്റെ പ്രത്യേകത, ഇവിടെ പി ബി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അപ്പോൾ പി ബി. ഇവിടെ PbO2ലാണ് പി ബി. സോ പി ബി ഇൻ PbO2. അങ്ങനെ എഴുതിയാൽ ഒന്നുകൂടി നല്ലത്. ഇനി PbO2 മാത്രം എഴുതിയാലും മാർക്ക് കിട്ടും. ദെൻ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, റിഡക്ഷൻ നടന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ PbO2 ആണ് അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്, PbO2 അല്ലെങ്കിൽ പി ബി ഇൻ PbO2. ദെൻ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടന്ന ആളാണ്, ഓക്സിഡേഷൻ നടന്നത് പി ബിക്കാണ്. അപ്പോൾ പി ബി ആണ് റെഡ്യൂസിങ് ഏജന്റ്. മക്കൾ ഇതിൽ മൈൻഡ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരിക്കലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആളുകൾ ഇവിടെ ആൻസറിൽ വരില്ല. എപ്പോഴും ആൻസറിൽ റിയാക്ടന്റ് ആളുകളായിരിക്കും വരിക. സെറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും പക്ക. സ്റ്റോക്ക് നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട്
സ്റ്റോക്ക് നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് ഇവരെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ എന്താണ് സ്റ്റോക്ക് നൊട്ടേഷൻ? റോമൻ ലെറ്ററിൽ മെറ്റലുകളുടെ ചാർജ് എഴുതുക. സോ Fe2O3യിൽ ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. അപ്പോൾ -2 × 3 -6. സ്വാഭാവികമായിട്ടും Feൻ്റെ ചാർജ് +3 ആവും. ശരിയല്ലേ? സോ +3 × 2 +6ഉം -2 × 3 -6ഉം +6ഉം -6ഉം 0 ആവും. അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നത് Fe2 എന്ന് എഴുതുക. ദെൻ Fe2ൻ്റെ റോമൻ ലെറ്ററിൽ അതിൻ്റെ ചാർജ് എഴുതുക 3 +3 എന്ന് എഴുതുക. O3 +3 എന്ന് പറഞ്ഞാൽ 3 Fe2O3. ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. ദെൻ HAuCl4 Hൻ്റെ ചാർജ് +1 ആണ്, Clൻ്റെ ചാർജ് -1 ആണ്. സോ -1 × 4 -4 -4ഉം +1ഉം -3 അഗെയിൻ Auൻ്റെ ചാർജ് +3. സോ നമ്മൾ എഴുതുന്നത് Auൻ്റെ ചാർജ് അല്ലേ എഴുതേണ്ടത്, കാരണം Au അല്ലേ ഇവിടുത്തെ മെറ്റൽ. Au3Cl4 ഞാൻ എഴുതിയതിൽ തെറ്റില്ലല്ലോ. -4 +1 അപ്പം -3 വരും. ദെൻ +3. സെറ്റ് അല്ലേ മക്കളെ? റെഡി. ദെൻ അടുത്ത നിങ്ങൾ നിർബന്ധമായിട്ടും മിസ്സാവാണ്ട് നോക്കേണ്ട ഒരു ടോപ്പിക്, എക്സ്പ്ലെയിൻ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. നിങ്ങൾക്ക് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 2H2O2 അഥവാ ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്രേക്ക് ആവുന്നു. 2H2O2 gives 2H2O + O2 മതി. 2H2O2 gives 2H2O + O2. ഇത് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണെന്ന് സാറ് പറയാനുള്ള കാരണം 2H2O2 ഒരു പെറോക്സൈഡാണ്. പെറോക്സൈഡിൽ ഓക്സിജൻ ചാർജ് -1 ആണ്. H2O സാധാ ഓക്സൈഡാണ്. സാധാ ഓക്സൈഡിൽ ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. ഇവിടെ O2 ഒറ്റക്കാണ് നിൽക്കുന്നത്, അപ്പോൾ 0 ആണ്. സോ ഒരു കോമ്പൗണ്ടിൽ ഒരേ എലമെന്റിന് തന്നെ -1 -2 0 വരെ ഒരാൾക്ക് തന്നെ രണ്ടിലധികം ഓക്സിഡേഷൻ നമ്പർ വരുന്നതിനെയാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് പറയാം. അഥവാ നമുക്ക് ഇങ്ങനെയും പറയാം, -1 ഇവിടെ എത്തിയപ്പോൾ -2 ആയി, റിഡക്ഷൻ കുറഞ്ഞു. യെസ്, അതേ -1 അപ്പുറത്തെത്തിയപ്പോൾ 0 ആയി, കൂടി ഓക്സിഡേഷൻ. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ ഒരു എലമെന്റിന് തന്നെ റിഡക്ഷനും അതേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും നടക്കുകയാണെങ്കിൽ ഒരു എലമെന്റിന് തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്നതിനെയാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് വിളിക്കുക. പക്ക, അതും പക്ക ക്ലിയർ ആയി. ദെൻ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Write the relation between equilibrium constant Kc and Kp in the reaction. Kc യും Kp തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ് പറഞ്ഞത്. എന്താ മക്കളെ, ഞാനത് പറയുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡിൽ ഓടണം. Kc = Kp സോറി ആവേശത്തിൽ ഓവർ ആയതാണ്. സോ Kp = Kc × RT⁴ ആകെ ഒരൊറ്റ പണിയുള്ളൂ, ΔN എത്രയാണെന്ന് കാണണം. സോ മക്കളെ, ΔN എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റത്തെ നമ്പർ ഓഫ് മോൾ മൈനസ് റിയാക്റ്റൻ്റത്തെ നമ്പർ ഓഫ് മോൾ ആണ്. ഇതിൽ നമ്പർ ഓഫ് മോൾ സോളിഡിൻ്റെ അത് കൂട്ടൂല, സോളിഡിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഗ്യാസിൻ്റെ അത് കൂട്ടണം. ഗ്യാസ് ഇവിടെ 1 ആണ്, ഒരു CO2 ആണുള്ളത്. CaCO3 ഇവിടെയും സോളിഡ്, ഇവിടെ കൂട്ടൂല. സോ പ്രൊഡക്റ്റിലാകെ ഒരാളേ ഉള്ളൂ, അഥവാ ΔN എന്ന് പറയുന്നത്. റിയാക്റ്റൻറ്റിൽ ആരുമില്ല. സോ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ചെയ്യുമ്പോൾ 1 - 0 വരും. റിയാക്റ്റൻറ്റിൽ ഗ്യാസ് ആരുമില്ല. സോ 1 - 0 1 വരും. അഥവാ ΔN എത്ര വരും? 1 വരും. സോ ദ ആൻസർ ഈസ് Kp = Kc × RT. ΔN 1 ആയതുകൊണ്ട് ദിസ് ഈസ് ദ റിലേഷൻ. ഇത്രേ ഉള്ളൂ, 1 മാർക്കിനുള്ള ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ്, ഫോർ ദി ഇക്വിലിബ്രിയം ഒരു ന്യൂമറിക്കലാണ്. 2NOCl gives 2NO + Cl2. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp. Kpയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അറ്റ് 500 Kelvin ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് Kc ഫോർ ദിസ് റിയാക്ഷൻ അറ്റ് ദിസ് ടെമ്പറേച്ചർ. സോ അഗെയിൻ Kp = Kc × RT⁴ അഗെയിൻ നമുക്ക് ΔN കാണണം. ഈ ഇക്വേഷനിൽ ΔN കാണണം. ΔN എങ്ങനെ കാണുക മക്കളെ? ഇതാ 2NOCl ഗ്യാസ് ആണ്. അപ്പോൾ റിയാക്റ്റൻറ്റിൽ 2 നമ്പർ ഓഫ് മോൾ ഉണ്ട്. 2NO + Cl2, ഒരു Cl2 ഉം 2 NOയും, രണ്ടും ഗ്യാസ് ആയതുകൊണ്ട് പ്രൊഡക്റ്റിൽ 3 ആളുണ്ട്. അപ്പോൾ ΔN എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റത്തെ ആൾ മൈനസ് റിയാക്റ്റൻ്റത്തെ ആൾ. പ്രൊഡക്റ്റിൽ 3, റിയാക്റ്റൻറ്റിൽ 2, 3 - 2 1. അഗെയിൻ ΔN 1 ആണ് കിട്ടിയത്. സോ Kp = Kc × RT⁴ ΔN 1 കിട്ടി. Kpയുടെ വാല്യൂ തന്നിട്ടുണ്ട്, Kc ആണ് കാണേണ്ടത്. അപ്പോൾ Kc = Kp / RT⁴ വരും. Kpയുടെ വാല്യൂ 1.8 × 10⁻⁻² വരും. Rന്റെ വാല്യൂ ബാറിലാണ് എടുക്കേണ്ടത്. ബാറിൽ Rന്റെ വാല്യൂ എടുക്കുമ്പോൾ 0.083 എന്നാണ് വരിക. 0.083 × ടെമ്പറേച്ചർ 500. ΔN 1 ആണ്. അപ്പോൾ ΔN കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഐഡിയ ആണ് തരുന്നത്. അപ്പോൾ ഈ ന്യൂമറിക്കലും ഒരിക്കലും മിസ്സാവാണ്ടിരിക്കുക. ഏത് ന്യൂമറിക്കൽ? Kpയും Kcയും റിലേഷൻ പറയുന്ന ന്യൂമറിക്കൽ. ദെൻ റൈറ്റ് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസ് എഴുതുന്ന ക്വസ്റ്റ്യൻസ് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്സിനോ ഒക്കെ ആയിട്ട് സാധാരണ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. H2Oയുടെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എഴുതണം. അപ്പോൾ H2O ഒരു ആസിഡ് ആണെന്ന് വിചാരിച്ചോ. H2O ആസിഡ് ആണെങ്കിൽ അതിൻ്റെ പേരിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ്, അല്ലേ? അപ്പോൾ H2Oൻ്റെ ആസിഡ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ഏതാണെന്നാണ് ചോദ്യം. വെരി സിമ്പിൾ. H2O എന്ന് പറഞ്ഞാൽ ആസിഡ് ആണെങ്കിൽ ആസിഡ് എന്താ ചെയ്യുക? H+ കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു H+ പോയാൽ ബാക്കി ഇവിടെ Oയും ഒരു H ബാക്കി ഉണ്ടാവുള്ളൂ. OH ഒരു പ്ലസ് പോയതിൻ്റെ ബാക്കിയായിട്ട് മൈനസും വരും.
ഇനി അതേ H2O ബേസ് ആണെന്ന് വിചാരിച്ചോ. ബേസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ബേസിൻ്റെ പേര് ആരാ? കോൺജുഗേറ്റ് ആസിഡാണ്. അപ്പം കോൺജുഗേറ്റ് ആസിഡ് എഴുതാം. കോൺജുഗേറ്റ് ആസിഡ് എഴുതണം, കോൺജുഗേറ്റ് ബേസും എഴുതണം. സോ H2O കോൺജുഗേറ്റ് ആസിഡ് ആരാ? H2O ബേസ് അല്ലേ? ബേസ് ആകുമ്പോൾ H+നെ വാങ്ങുകയാണ് ചെയ്യുക. ആസിഡ് ആകുമ്പോൾ H+നെ കൊടുക്കും, ബേസ് ആകുമ്പോൾ H+നെ വാങ്ങും. H+നെ വാങ്ങുന്നതോടുകൂടി H2O എന്നുള്ളത് H3O+ ആയി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി അതേപോലെ NH3 കാണാം. വെരി സിമ്പിൾ. NH3 കാണുക. NH3 ഒരു ആസിഡ് ആണെങ്കിൽ H+നെ കൊടുക്കും. H+നെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ NH2- വരിക, കോൺജുഗേറ്റ് ബേസ്. ഇനി NH3 ഒരു ബേസ് ആണെങ്കിൽ ഒരു H+നെ വാങ്ങും. ഒരു H+നെ വാങ്ങിക്കഴിഞ്ഞാൽ NH4+ ആകും, അഥവാ കോൺജുഗേറ്റ് ആസിഡ് ആകും. സെറ്റ് മക്കളെ. Like this. Okay, very good. Next. What are buffer solutions? എന്താണ് buffer solutions? Buffer solutions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻസിൻ്റെ പ്രത്യേകത, ആ സൊല്യൂഷനിലേക്ക് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്താലോ അല്ല കുറച്ച് ആസിഡോ കുറച്ച് ബേസോ ചേർത്താൽ പോലും ആ സൊല്യൂഷൻ്റെ pH ചേഞ്ച് ചെയ്യൂല. So these are the solutions which resist the change in pH. ഇതാണ് പോയിന്റ്. Resist the change in pH. എപ്പം on dilution or addition of small amount of acid or alkali is called buffer solution. നമ്മളെ ബോഡിയിലുള്ള ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ ആണ്. റെഡി മക്കളെ. അടുത്ത തെർമോഡൈനാമിക്സിലേക്ക് പോവുകയാണ്. നെയിം ദ തെർമോഡൈനാമിക് സിസ്റ്റം വിത്ത് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്. സറൗണ്ടിങ്ങിലേക്ക് എനർജിയും മാറ്ററും പോകുന്ന സിസ്റ്റം ഏതാ? ഓപ്പൺ സിസ്റ്റം. സിമ്പിൾ ഹമ്പിൾ. മാറ്റർ പോകാത്ത സിസ്റ്റമാണ് ക്ലോസ് സിസ്റ്റം, രണ്ടും പോകാത്ത സിസ്റ്റമാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ദെൻ വാട്ട് ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്? ഗിവ് എക്സാമ്പിൾ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നത്. തിരിച്ചും മറിച്ചും ഇതേപോലെ തന്നെ ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല, പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റിനും വരും. അപ്പോൾ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോണ്ടു. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്? ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ആ സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇൻറ്റൻസീവ് രണ്ടിലും ഉണ്ട്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി അതിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻസീവ്. സോ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ, പ്രോപ്പർട്ടീസ് വിച്ച് ഇൻഡിപെൻഡൻ്റ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാസ് മാത്രം ഞാൻ എടുക്കാം. മാസ് ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ പകുതിയാക്കുമ്പോൾ അതിൻ്റെ മാസും പകുതിയാകും. അപ്പം സബ്സ്റ്റൻസ് പകുതിയാക്കിയപ്പോൾ മാസും പകുതിയായി. അപ്പോൾ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തു. എന്നാൽ ഒരു സബ്സ്റ്റൻസിനെ പകുതിയാക്കുമ്പോൾ ടെമ്പറേച്ചർ പകുതിയാവില്ല. ടെമ്പറേച്ചർ എത്രയാണോ അത് തന്നെയായിരിക്കും, അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇങ്ങനെ തന്നെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. നിർബന്ധമായിട്ടും എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ ഡെൻസിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിൻ്റെ എക്സാമ്പിളാണ്. മോളാർ എന്ന് തുടങ്ങുന്ന ഏത് ടോപ്പിക്കും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. സ്പെസിഫിക് എന്ന് തുടങ്ങുന്ന എല്ലാം ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. മാസ്, വോളിയം, ലെങ്ത്, അതുപോലെ എല്ലാ എനർജികളും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികളുമാണ്. പഠിച്ചു വെക്കണേ, ഷുവർ ക്വസ്റ്റ്യൻ. ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യാൻ പറയും. നേരിട്ട് അങ്ങ് സ്റ്റേറ്റ് ചെയ്തോളാം. വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഒന്നെങ്കിൽ അങ്ങനെ പറയാം, പല രൂപത്തിൽ പറയാം, അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് എന്നും പറയാം. ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണത്. ദെൻ തെർമോഡൈനാമിക്സ് എന്ന് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. Write the thermochemical equation corresponding to the standard enthalpy formation of benzene. ബെൻസീൻ ഫോം ചെയ്യുന്നതിൻ്റെ തെർമോകെമിക്കൽ ഇക്വേഷൻ എഴുതുക. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ ഫോം ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എഴുതുക, സാധാ കെമിക്കൽ റിയാക്ഷൻ എഴുതുക. ദെൻ തെർമോ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂയും കൂടെ കൊടുക്കുക. എങ്ങനെ എഴുതുക? ബെൻസീൻ ആണ് ഫോം ചെയ്യേണ്ടത്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 ആണ്. അപ്പോൾ അത് ഫോം ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റിൽ ആദ്യം C6H6 എന്ന് എഴുതി വെക്കുക. ദെൻ റിയാക്റ്റൻറ്റിൽ ഇവരെ ഇങ്ങോട്ട് എഴുതുക, അഥവാ C എന്ന് ഇങ്ങോട്ട് എഴുതുക, H എന്നും ഇങ്ങോട്ട് എഴുതുക. ദെൻ എച്ചിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം H2 ഗ്യാസ് ആണ്. കാർബണിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം കാർബൺ സോളിഡ് ആണ്. ദെൻ കാർബൺ എത്ര ഉണ്ട്? 6 എണ്ണം, അപ്പോൾ 6C. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 6 എണ്ണം, അപ്പോൾ 3H2. കഴിഞ്ഞു. ഇതാണ് ബെൻസീൻ്റെ ഫോമേഷൻ. ദെൻ അതിൻ്റെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കൂടെ എഴുതിയാൽ തെർമോകെമിക്കൽ ഇക്വേഷനായി. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഇതാ ഇവിടെ. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 49. സോ 49 കിലോ ജൂൾ പെർ മോൾ. സെറ്റ്. സിമ്പിൾ, ഹമ്പിൾ ആൻഡ് ഹൊറിബിൾ. നോക്കടാ, അടുത്തത് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി ലൂയിസ് ഡോട്ട് സിമ്പിൾ ഓഫ് Cl2 ആൻഡ് NF3. Cl2ൻ്റെയും NF3ൻ്റെയും ലൂയിസ് ഡോട്ട് സിമ്പിൾ വരയ്ക്കണം. വെരി സിമ്പിൾ. Cl2 O2 N2 നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചതാണ്. എങ്ങനെ വരയ്ക്കുക? Cl2 എന്ന് പറയുമ്പോൾ 2 Cl എഴുതുക, എന്നിട്ട് ഒരു ബോണ്ട് അതിൻ്റെ ചുറ്റും കൊടുക്കുക, എന്നിട്ട് ചുറ്റും 2 4 6 2 4 6. ഓക്കെ, കാരണം ഒരു ക്ലോറിൻ്റെ അടുത്ത് 7 എണ്ണം ഉണ്ടാവുക, അപ്പോൾ 2 4 6 ഇവിടുത്തെ ഒന്നും കൂടെ കൂട്ടിയാൽ 7 ആവും.
2, 4, 6 ഇവിടുത്തെ ഒന്നും കൂടെ കൂട്ടി 7 ആവും. ഈ ഏഴാമത്തെ ഇയാളും തമ്മിൽ ഷെയർ ചെയ്യും. ഇതാണ് Cl2ൻ്റെ സ്ട്രക്ചർ. NF3ൻ്റെ സ്ട്രക്ചർ എഴുതുമ്പോൾ വെരി സിമ്പിൾ. N സെൻറ്ററിൽ എഴുതുക, ഫ്ലൂറിൻ അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുക. ഇതേപോലെ ചുറ്റും 3 വരകൾ കൊടുക്കുക ആദ്യം. NF3 ആണ് ചോദിച്ചതെങ്കിൽ ദെൻ ഫ്ലൂറിൻ്റെ ചുറ്റും 2, 4, 6, 7. 2, 4 കാരണം ഫ്ലൂറിനും ക്ലോറിനൊക്കെ 7 ആളാണ് ചുറ്റും. സോ ടോട്ടൽ 8 എണ്ണം വരണം. 2, 4, 6, 8, 2 അങ്ങനെയെല്ലാം. നൈട്രേൻ ആകുമ്പോൾ 2, 4, 6, 8. സോ NF3ൻ്റെ സ്ട്രക്ചർ അതാണ്, Cl2ൻ്റെ സ്ട്രക്ചർ അതാണ്. ഇതെങ്ങനെയാണ് വരയ്ക്കുക, അത് ആദ്യം മുതൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പ് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന യൂട്യൂബിൽ തന്നെ നമ്മളെ ക്ലാസ്സിൽ ഒരു ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, 10 മിനിറ്റ് കൊണ്ട് അത് പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കുകയും വേണേ, ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ. ദെൻ VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്, സ്ഥിരം എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്. ഇത് കുറേ പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു 4 അല്ലെങ്കിൽ 3 ഒക്കെ എഴുതിയാൽ മതിയാവും. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ. VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. VSEPR എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അങ്ങ് എഴുതി വെച്ചാൽ മതി. എന്താ VSEPRൻ്റെ ഫുൾ ഫോം? Valence shell electron pair repel each other. റിപ്പൽഷൻ തിയറി എന്നാണ്, അത് റിപ്പൽ ഈച്ച് അതർ എന്നാക്കുക. സോ വാലൻസ് ആൻഡ് ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ. എന്നിട്ട് രണ്ടാമത്തെ അതിൻ്റെ ബാക്കി എഴുതുക. അങ്ങനെ റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ മാക്സിമം ഡിസ്റ്റൻസിൽ പോയി നിൽക്കും. അങ്ങനെ റിപ്പൽ ചെയ്യുമ്പോൾ അവർ മാക്സിമം ഡിസ്റ്റൻസിൽ പോയി നിൽക്കും. എന്നിട്ട് മൂന്നാമത്തെ എഴുതുക. അങ്ങനെ മാക്സിമം ഡിസ്റ്റൻസിൽ പോയി നിൽക്കുമ്പോൾ ആ കോമ്പൗണ്ടിന് ഒരു ജിയോമെട്രി കിട്ടും. നാലാമത്തെ എഴുതുക. അതിൽ പല ടൈപ്പ് പെയറുകൾ ഉണ്ടാവും. ബോണ്ട് പെയർ, ലോൺ പെയർ തമ്മിലുള്ള റിപ്പൾഷൻ ആണ് ഏറ്റവും കൂടുതൽ. ആരേക്കാൾ? ലോൺ പെയർ ബോണ്ട് പെയറിനേക്കാൾ. ആരേക്കാൾ? ബോണ്ട് പെയർ ബോണ്ട് പെയറിനേക്കാൾ. അത് നമ്മളൊരു പാട്ട് പോലെയൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? LP ഗ്രേറ്റർ ദാൻ LP BP ഗ്രേറ്റർ ദാൻ BP എന്നൊക്കെ നമ്മളൊരു പാട്ട് പോലെ പഠിച്ചിട്ടുണ്ട്. LP ഗ്രേറ്റർ ദാൻ LP BP ഗ്രേറ്റർ ദാൻ BP. ഓക്കെ, VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്. ദെൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് ചോദിക്കുന്ന ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. CH4ൻ്റെ ഹൈബ്രിഡൈസേഷൻ സ്ട്രക്ചറും ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ BF3യുടെ ഹൈബ്രിഡൈസേഷൻ എന്താ? വെരി സിമ്പിൾ. BF3യിൽ എത്ര ആൾ കൂടിയിട്ടുണ്ട്? 3 ആൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ 3 പേരിലെടുക്കുക. sp2. ദെൻ BF3യുടെ ഹൈബ്രിഡൈസേഷൻ sp2 ആണെങ്കിൽ 3 ആൾ ചുറ്റുമെങ്കിൽ ട്രയഗണലാണ് നിൽക്കുക. സോ BF3ൻ്റെ സ്ട്രക്ചർ ട്രയഗണൽ പ്ലനാർ. ലോൺ പെയർ ഒന്നും ഇല്ലാത്തതിന് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ലോൺ പെയർ ഉണ്ടെങ്കിൽ പിന്നെ അതും കൂടെ കൂട്ടണം. SF6 6 ആണുള്ളത്. അപ്പോൾ 6 പേരിൽ ഉയർത്തുക. SPPP മാക്സിമം 3 എണ്ണം വരെ പോലും, പിന്നെ 2 എണ്ണം DD. സോ sp3d2. SF6ൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d2. ഷേപ്പ് ചുറ്റും 6 ആൾ വന്നാലുള്ള ഷേപ്പ് ഒക്ടാഹിഡ്രൽ. ലോൺ പെയർ ഇല്ലാത്തവർക്ക് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ലോൺ പെയർ ഇല്ലാത്തവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് BeCl2, BCl3, CH4, PCl5, SF6. ഇവർക്കൊക്കെയും ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് എല്ലാം വരിക. റെഡി? നെക്സ്റ്റ്, റൈറ്റ് ദി മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി N2 മോളിക്യൂൾ. N2 മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. N2 എന്ന് പറഞ്ഞാൽ 14 അല്ലേ? 14ൻ്റെ അത് എങ്ങനെ എഴുതുക? മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ σ1s2, σ*1s2, σ2s2, σ*2s2. യെസ്. അപ്പോൾ എത്ര എണ്ണമായി? 2, 4, 6, 8 എണ്ണമായി. ദെൻ ഇനിയും വേണം 6 എണ്ണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത് പൈയിലേക്ക് കയറണം. കാരണം σ1s2, 2s2 വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പിയിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ ആദ്യം XYZ എന്ന ഓർഡറിൽ എഴുതുന്നു. XYZ അഥവാ π2px ഈക്വൽ ടു π2py. അവിടെ 2 വീതം കൊടുക്കുന്നു. 2. അപ്പോൾ 4 എണ്ണമായി. ഇനി 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്. XYZ ആരാ? σ2pz2. സോ XYZ കഴിഞ്ഞു. ഇതാണ് N2ൻ്റെ മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2, 4, 6, 8, 10, 12, 14 ആയി. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൺ. പ്രഡിക്ട് ദ സ്റ്റെബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് N2 വിത്ത് റീസൺസ്. ഇത് വെച്ചിട്ട് N2 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുക. വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർ ഇല്ലാത്തതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇത് സ്റ്റാർ ഇല്ല, ഇത് സ്റ്റാർ ഇല്ല, ഇത് സ്റ്റാർ ഇല്ല, ഇത് സ്റ്റാർ ഇല്ല, ഇത് സ്റ്റാർ ഇല്ല. സ്റ്റാർ ഇല്ലാത്തതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ NB എന്ന് വിളിക്കുക. NBയിൽ എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 8, 10. NB 10 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും NA 4 ആയിരിക്കും. കാരണം ടോട്ടൽ 14 ഇലക്ട്രോൺ ആണ്. NA 4. സോ NB അല്ലേ വലുത്, NA ചെറുതല്ലേ? NB വലുതാണെങ്കിൽ ഉറപ്പിച്ചോ ആ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ NB ഗ്രേറ്റർ ദാൻ NA ആയതുകൊണ്ട് ആ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. സെറ്റ്. അപ്പോൾ സ്റ്റെബിലിറ്റി റീസൺ വെച്ച് തെളിയിച്ചില്ലേ? ഈ കോമ്പൗണ്ട് സ്റ്റേബിൾ ആണെന്നുള്ള റീസൺ വെച്ച് തെളിയിച്ചില്ലേ? എന്താ? NB ഗ്രേറ്റർ ദാൻ NA. ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യണം. വെരി സിമ്പിൾ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ഓർബിറ്റിലും 2, 2, 2, 2, 2 വീതമാണെങ്കിൽ ആ കോമ്പൗണ്ടിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിക് ആയിരിക്കും. എല്ലാത്തിലും 2 വീതമായതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിക് ആയിരിക്കും. സോ മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും അത് വെച്ചിട്ടുള്ള സ്റ്റെബിലിറ്റിയോ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയോ ബോണ്ട് ഓർഡറോ ചെക്ക് ചെയ്യാനും സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതും ഒന്ന് ശ്രദ്ധിച്ചോളുക. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിലേക്ക് കയറുകയാണെങ്കിൽ സ്റ്റേറ്റ് മെൻ്റലീസ് പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോയും മെൻ്റലീസ് പീരിയോഡിക് ലോയും നിങ്ങൾക്ക് അറിയാം. എന്താണ്? ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. മാസ് ആണ് പറഞ്ഞെങ്കിൽ മെൻ്റലീഫ്,
മോസ്റ്റ്ലി ആണ് പറഞ്ഞെങ്കിൽ അറ്റോമിക് നമ്പർ. മോസ്റ്റ്ലിൻ്റെ കേസിൽ അറ്റോമിക് നമ്പറാണ്, മെൻ്റലിൻ്റെ കേസിൽ അറ്റോമിക് മാസ് ആണ്. കാരണം മോസ്റ്റ്ലി പുതിയ ആൾക്കാരാണ് അറ്റോമിക് നമ്പർ വെച്ച് പറഞ്ഞത്. പഴയ ആളുകളൊക്കെ അറ്റോമിക് മാസാണ്. മെൻ്റലീവ് അതിന് മുമ്പുള്ള ആളുകളൊക്കെ അറ്റോമിക് മാസ് വെച്ചിട്ടാണ് പറഞ്ഞത്. സോ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്നതാണ് മെൻ്റലീവിൻ്റെ പീരിയോഡിക് ലോ. ദെൻ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെർലിൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ മക്കളെ, ഒരാളേക്കാൾ മറ്റേ ആൾക്ക്, അയാളേക്കാൾ ഇയാളേക്കാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തായാലും അയാളുടെ സ്റ്റെബിലിറ്റി ആയിരിക്കും, കോൺഫിഗറേഷൻ്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും. സോ ബോറോണിൻ്റെത് കുറവാണ് ബെർലിയത്തിനേക്കാൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ. ബോറോണിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p1 എന്ന് എഴുതി നോക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ വേഗം കോൺഫിഗറേഷൻ അങ്ങ് എഴുതി നോക്കുക. ബെർലിയത്തിൻ്റെത് 1s2 2s2 കഴിഞ്ഞു. ഇത് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇത് സ്റ്റേബിൾ അല്ല, ഇതിൽ നിന്ന് ഒന്ന് പോയാലേ സ്റ്റേബിൾ ആവുള്ളൂ. സോ ഇതിൽ നിന്ന് ഒന്ന് പോകാൻ ഇയാൾക്ക് ഇഷ്ടമാണ്. സോ അയണൈസേഷൻ താല്പര്യം കുറവായിരിക്കും. ഇത് ഓൾറെഡി സ്റ്റേബിൾ ആണ്, അപ്പോൾ അയാൾക്ക് പോകാൻ ഇഷ്ടമില്ല. സോ അയാളുടെ അയണൈസേഷൻ താല്പര്യം ഭയങ്കര കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബെർലിയം കമ്പയർഡ് ടു ബോറോൺ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്തായാലും സ്റ്റെബിലിറ്റി വെച്ചിട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. ദെൻ ഡിഫൈൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്ക് വീതം ഒരുപോലെ ഷെയർ ചെയ്ത ഇലക്ട്രോണിൽ നിന്ന് തന്നിലേക്ക് അത് പിടിച്ചു വലിക്കാനുള്ള ഒരു എലമെൻറ്റിൻ്റെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. നമ്മുടെ ഫ്ലൂറിൻ, നമ്മുടെ ഓക്സിജൻ, നമ്മുടെ നൈട്രജൻ, നമ്മുടെ ക്ലോറിൻ, ഫോൺ കോൾ എന്നാണ് നമ്മൾ പഠിക്കല്. ഫോൺ കോൾ, ഈ ഫോൺ കോളുകളുടെ ആളുകളുടെ പ്രത്യേകത ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ ഒക്കെ ഇലക്ട്രോൺ തന്നിലേക്ക് പിടിച്ചു വലിക്കാനുള്ള കഴിവുണ്ട്. ഒരുപോലെ ഷെയർ ചെയ്തതെന്ന് തന്നിലേക്ക് പിടിച്ചു വലിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടു ഇറ്റ്സ് സെൽഫ്. ഓക്കെ, റെഡി. ദെൻ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് പോയാൽ റൈറ്റ് പോസ്റ്റുലേറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ് മോഡൽ പഠിക്കാതെ പോവുകയേ ചെയ്യരുത്. സ്ഥിരം ഒബ്സർവേഷൻ, കൺക്ലൂഷൻ, ലിമിറ്റേഷൻ, പോസ്റ്റുലേറ്റ്സ് ചോദിക്കാറുണ്ട്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് പോസ്റ്റുലേറ്റ്സും ലിമിറ്റേഷനാണ്. എന്തൊക്കെയാണ് റുദർഫോർഡിൻ്റെ പോസ്റ്റുലേറ്റ്സ്, എന്തൊക്കെയാണ് റുദർഫോർഡിൻ്റെ ലിമിറ്റേഷൻ. പോസ്റ്റുലേറ്റ്സ് നിങ്ങൾക്കറിയാം, സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ആ സെൻറ്ററിലുള്ള പോസിറ്റീവിൻ്റെ ചുറ്റും, ആ സെൻറ്ററിലുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ പോസിറ്റീവും ഉണ്ട് മാസും ഉണ്ട്. സെൻറ്ററിലാണ് പോസിറ്റീവ് നിൽക്കുന്നത്, മാസും നിൽക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ദെൻ ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു എന്നതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനി പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പഠിച്ചാലും മറന്നു പോകുന്നുണ്ടെങ്കിൽ പോസ്റ്റുലേറ്റ്സ് നിങ്ങളൊരു ചിത്രം ഇങ്ങനെ മൈൻഡിൽ ഓർത്ത് വെച്ചാൽ മതി. ചിത്രം ഇത് ഓർത്ത് വെക്കുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ ഇതാ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺ ഓടുന്നു, അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. റെഡി. ദെൻ ലിമിറ്റേഷൻസ് എന്താണ്? വെരി സിമ്പിൾ. അദ്ദേഹത്തിന് സ്റ്റെബിലിറ്റി പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഹൈഡ്രജൻ സ്പെക്ട്രം പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചർ പറയാൻ പറ്റില്ല. ഫെയിൽ ടു എക്സ്പ്ലെയിൻ, ഫെയിൽ ടു എക്സ്പ്ലെയിൻ, ഫെയിൽ ടു എക്സ്പ്ലെയിൻ. ലിമിറ്റേഷൻ ഫെയിൽ ടു എക്സ്പ്ലെയിൻ മാത്രം എഴുതിച്ച് പോരരുത്. ഫെയിൽ ടു എക്സ്പ്ലെയിൻ വാട്ട്? Stability of atom. Fail to explain what? Electronic structure of atom. Fail to explain what? Hydrogen spectrum. Set. What is photoelectric effect? Write any two characteristics. എന്താണ് photoelectric effect? എടാ, ഒരു മെറ്റലിൻ്റെ മുകളിൽ ഫോട്ടോൺ അടിപ്പിക്കുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നതാണ് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്. അതിൻ്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, ഒന്ന്, നിങ്ങൾ അടിക്കുന്ന ഫോട്ടോണിന് മിനിമം എനർജി ഉണ്ടാവണം, അഥവാ അതിനെ വിളിക്കുന്ന പേര് ത്രഷോൾഡ് എനർജി, അല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസി വേണം, അഥവാ അതിനെ വിളിക്കുന്ന പേര് ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പം ത്രഷോൾഡ് എനർജിൻ്റെ മറ്റൊരു പേര് വർക്ക് ഫംഗ്ഷൻ. സോ നിങ്ങൾ അടിക്കുന്ന ഫോട്ടോണിന് ഒരു മിനിമം വർക്ക് ഫംഗ്ഷൻ വേണം, ഒരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. രണ്ട്, നിങ്ങളുടെ ഫ്രീക്വൻസി, നിങ്ങൾ അടിക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് പുറത്തെത്തുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി കൂടും. സോ നിങ്ങൾ അടിക്കുന്നതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, നിങ്ങൾ അടിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയാൽ, ബ്രൈറ്റ്നസ് കൂട്ടിയാൽ പുറത്തെത്തുന്ന ആളുടെ എണ്ണം കൂടും. സോ ബ്രൈറ്റ്നസ് കൂട്ടിയാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും കൂടും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മക്കളെ. ദെൻ റുദർഫോർഡിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും പോസ്റ്റുലേറ്റ്സ് പഠിക്കേണ്ടത് ആരുടെയാ? ബോർ മോഡൽ. ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സും പഠിക്കാതെ പോയത്. ബോർ മോഡലും റുദർഫോർഡും ഒക്കെ പറഞ്ഞത് ഏകദേശം ഒരേ ഐഡിയ തന്നെയാണ്. റുദർഫോർഡ് പറഞ്ഞത് ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു. ബോറും ഫസ്റ്റ് പോസ്റ്റുലേറ്റ് തന്നെയാണ്, ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺ ഒരു ഫിക്സഡ് സർക്കുലാർ പാത്തിലൂടെയാണ്. ആ ടേം നിങ്ങൾ കൊണ്ടുവരണം. ഒരു ഫിക്സഡ് സർക്കുലാർ പാത്തിലൂടെ ഇലക്ട്രോൺ കറങ്ങുന്നു. ഒന്ന്. രണ്ട്, അങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോണുകളുടെ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, പക്ഷേ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. 3, 4, 5, 6 ഇക്വേഷനുകളാണ്. ഓരോ ഓർബിറ്റലിൻ്റെയും എനർജി കാണാനുള്ള ഇക്വേഷൻ എനർജി ഈക്വൽ ടു -RH/n² ആണ്. ദെൻ ഓരോ ഓർബിറ്റിൻ്റെയും റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ R ഈക്വൽ ടു A0 ആണ്. ദെൻ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ MVR ഈക്വൽ ടു NH/2π ആണ്. ആൻഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ന്യൂ ഈക്വൽ ടു ΔE/h ആണ്. റെഡി.
4 ഇക്വേഷനും 2 തിയറിയും വെച്ചിട്ട് ബോർ മോഡലും പഠിക്കുക. ദെൻ റൈറ്റ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ടേംസ്. വെരി സിമ്പിൾ. ഡി ബ്രോഗ്ലി ഇക്വേഷൻ ചോദിച്ചാൽ ലാംഡ ഈക്വൽ ടു h/mv അല്ലെങ്കിൽ h/p. ലാംഡ ഈക്വൽ ടു h/mv. ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഡ എന്താണെന്ന് പറയുക? വേവ് ലെങ്ത്. എച്ച് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എത്ര വാല്യൂ? 6.626 × 10⁻³ JS. ദെൻ എം മാസ്, വി വെലോസിറ്റി. ഓക്കെ, റെഡി. ദെൻ സ്റ്റേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. സം ബേസിക് കോൺസെപ്റ്റ്സിന്റെ ചോദ്യം. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താ? ഒരു കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ. ഒരു കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് അതിന്റെ എലമെന്റ്സ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എലമെന്റ്സ് in a fixed ratio by mass. A given compound always contains a fixed ratio by mass. Calculate the amount of CO2, ഒരു stoichiometry question, produced by the reaction of 32 gram CH4, 32 gram O2. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ, ഒരു സ്റ്റോഷിയോമെട്രിക് ന്യൂമറിക്കൽ നിർബന്ധമായിട്ടും ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി പോവുക. സോ ആദ്യം ഇക്വേഷൻ എഴുതണം. എന്താണ് ഇക്വേഷൻ? CO2 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിൽ CO2 വേണം. ആരൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്? CH4ഉം O2ഉം. സോ CH4ഉം O2ഉം റിയാക്ട് ചെയ്യുന്ന കമ്പഷൻ റിയാക്ഷൻ ആണ്. CH4ഉം O2ഉം, CH4 + 2O2 ഗിവ്സ് കമ്പഷൻ റിയാക്ഷനിൽ എപ്പോഴും ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് CO2 + H2O ആണ്. ഇതങ്ങ് എഴുതുക. എന്നിട്ട് ബാലൻസ് ചെയ്യുക. 4 ഹൈഡ്രജൻ ആയതുകൊണ്ട് 2H2O. ഇവിടെ 2 ഓക്സിജനും വന്നിട്ടുണ്ട്. സോ ദെൻ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയുന്ന വാല്യൂസ് ഇവിടെ എഴുതുക. CH4ന്റെ ടോട്ടൽ മോളാർ മാസ് നമുക്കറിയുന്ന മാസ് 16 ഗ്രാം. ഓക്സിജൻ്റെ മാസ് 16. അപ്പോൾ 2 ഓക്സിജൻ 32, പിന്നെയും 2 ഓക്സിജൻ 64 ഗ്രാം. ദെൻ CO2ൻ്റെ മാസ് 44 ഗ്രാം. ഇത് ഞാൻ എഴുതുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട്. ദെൻ CH4 16 ഗ്രാമാണ് മോളാർ മാസ്. പക്ഷേ CH4 നമ്മൾ എടുത്തത് 32 ഗ്രാമാണ്, അഥവാ അതിൻ്റെ ഡബിൾ എടുത്തു. ദെൻ ഓക്സിജൻ അതിൻ്റെ മോളാർ മാസ് ഈ റിയാക്ഷൻ പ്രകാരമുള്ള മാസ് 64 ആണ്, പക്ഷേ നമ്മൾ എടുത്തത് 32 ഗ്രാമാണ്. 32 ഗ്രാമാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം. എടാ, ഇവിടെ റേഷ്യോ കറക്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് നോക്കാം. 16ൻ്റെ ഇരട്ടി ഇവിടെ 32 എടുത്തു. 16ൻ്റെ ഇരട്ടി നമ്മൾ ഇവിടെ എടുത്തു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയും ഇരട്ടി ഇവിടെ എടുക്കണ്ടേ? അപ്പോഴല്ലേ ഇവിടെ കറക്റ്റ് ആവും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇതിൻ്റെ പകുതിയാണ് എടുത്തത്. സോ ആരെയാണ് കുറവെടുത്തത്? ഇയാളെയാണ് കുറവെടുത്തത്. സോ ഇയാളെ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് വിളിക്കും. സോ ഇത് പ്രകാരം നമുക്ക് പറയാം ഓക്സിജൻ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ വളരെ കുറവാണ് എടുത്തത്. അഥവാ ഓക്സിജൻ കുറവെടുത്തത് കൊണ്ട് തന്നെ ഓക്സിജൻ അനുസരിച്ച് ഇവിടെ ആൻസർ കിട്ടുള്ളൂ. അഥവാ 64ൻ്റെ പകുതി 32 എടുത്തിട്ടുള്ളെങ്കിൽ 44ൻ്റെ പകുതി 22 ഗ്രാമേ ഇവിടെ കിട്ടുകയുള്ളൂ. വെരി സിമ്പിൾ. അതെന്താണ്? 16ൻ്റെ ഇരട്ടി 32, അപ്പോൾ 44ൻ്റെ ഇരട്ടി 88 കിട്ടാത്തത് എന്താ? ഇത് എത്ര കൂടുതൽ എടുത്തിട്ടും കാര്യമല്ല. ഇത് കുറവാണെങ്കിൽ റിയാക്ഷൻ അവിടെ നിൽക്കൂലേ? ഇത് തീർന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ അവിടെ നിൽക്കൂലേ? അപ്പോൾ ഇത് തീരുന്ന സമയത്ത് അവിടെ റിയാക്ഷൻ നിൽക്കും. അഥവാ 32 ഗ്രാം മാത്രം എടുത്താൽ, 64ൻ്റെ പകുതി 32 എടുത്താൽ 44ൻ്റെ പകുതി 22 ഗ്രാമേ കിട്ടുകയുള്ളൂ. കാരണം ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണോ അയാളാണ് പ്രൊഡക്റ്റിനെ തീരുമാനിക്കുക. ഈസ് ഇറ്റ് ക്ലിയർ മക്കളെ? ദെൻ ഡിഫൈൻ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മൊളാരിറ്റി എന്താണ്? മൊളാലിറ്റി എന്താണ്? വെരി സിമ്പിൾ. നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ആണെങ്കിൽ മൊളാലിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ആണെങ്കിൽ മൊളാലിറ്റി. ഇത് മൊളാരിറ്റി. മൊളാരിറ്റിയും മൊളാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ദെൻ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാലോ? WB/MB × V1000. WB എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മാസ്, MB എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. അപ്പോൾ WB/MB എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. അതാണ് നമ്പർ ഓഫ് മോൾ. 1000-ലാക്കിയത് ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ദെൻ വോളിയം. ഓക്കെ, ഇനി അത് മൊളാലിറ്റിയിലാണ് വരുന്നെങ്കിൽ അഗെയിൻ അതേ ഇക്വേഷൻ WB/MB 1000 ഉണ്ട്. നേരത്തെ വോളിയം എടുത്തെടുത്ത് ഇവിടെ WA എന്നെടുക്കും. കാരണം എന്താ? മാസ് ഓഫ് സോൾവെന്റ്. A ആണ് സോൾവെന്റ്, B ആണ് സൊല്യൂട്ട്. ദെൻ ക്ലിയർ അല്ലേ മക്കളെ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെഷൻ. ഫൈൻഡ് ദി മോളിക്കുലർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്നുള്ള ക്വസ്റ്റ്യൻ. ഒരു മോളിക്കുലർ ഫോർമുല കാണണം ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് 78 ഗ്രാം. മോളാർ മാസ് 78 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. ഏതോ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് കാണണം. അതിൻ്റെ മാസ് 78 ഗ്രാം പെർ മോളാണ്. ആൻഡ് ഓൾസോ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല, അതിൻ്റെ ഷോർട്ട് ഫോർമുല CH ആണെന്ന് തന്നിട്ടുണ്ട്. CH ആണ് എംപിരിക്കൽ ഫോർമുല. CH ആണ് എംപിരിക്കൽ ഫോർമുല എങ്കിൽ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിച്ചൂടെ? ഇതിൻ്റെ മാസ് കണ്ടുപിടിച്ചൂടെ? ഇതിൻ്റെ മാസ്, സീൻ്റെ മാസ് 12, ഹൈഡ്രജൻ്റെ മാസ് 1, സോ 13. സോ മോളാർ മാസ് 78, എംപിരിക്കൽ ഫോർമുല മാസ് 13. അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് 78 ഡിവൈഡ് ബൈ 13 ചെയ്താൽ 6 കിട്ടും. ഈ 6 ആണ് എന്ത്? നമ്മുടെ N എന്ന് പറയുന്ന നമ്പർ. മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു നമ്പർ കിട്ടിയില്ലേ? ഈ നമ്പറാണ് നിങ്ങളുടെ എംപിരിക്കൽ ഫോർമുലയിലേക്ക് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അഥവാ എംപിരിക്കൽ ഫോർമുലയിലേക്ക് നിങ്ങൾ ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. N എത്രയാണ് ഇവിടെ? 6 ആണ്. സോ 6 മൾട്ടിപ്ലൈ ചെയ്താൽ CH-ലേക്ക് 6 മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് C6H6. ദിസ് ഈസ് ദ മോളിക്കുലർ ഫോർമുല.
സോ നമ്മുടെ 7 ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും മിസ് ചെയ്യാണ്ട് പഠിക്കേണ്ടുന്ന ടോപ്പിക്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. പ്ലീസ് എല്ലാവരും അത് ചെയ്തും പഠിച്ചും പോയിക്കൊള്ളുക. താങ്ക് യു.